എനിക്ക് അവരോടുള്ള വ്യക്തിപരമായ പ്രശ്നത്തിന് അവരെ പിരിച്ചുവിടുന്നത് ശരിയല്ല. അപ്പോ ഇതോടെ നിന്റെ ജീവിതത്തിൽ നിന്ന് പാർവതിയെ അകറ്റി നിർത്തൂ. പാർവതിക്കിപ്പോ നിന്റെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ലേ? എനിക്കതിന് സാധിക്കുമെന്ന് മുക്തയ്ക്ക് തോന്നുന്നുണ്ടോ? എന്തിനാ കൈലാഷ് നീ കരയുന്നേ? എനിക്ക് പറ്റുന്നില്ല മുക്തേ. എനിക്ക് ആരെ വിശ്വസിക്കണം, ആരെ സംശയിക്കണം എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പെട്ടെന്ന് ഒറ്റയ്ക്കായി പോയി. എനിക്ക് ആരും ഇല്ലാത്തതുപോലെ തോന്നുക. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിനക്ക് ആരുമില്ലെന്ന് ആരാ പറഞ്ഞേ? നിനക്ക് ഞാനുണ്ട്. ഡോണ്ട് വറി, ഐ ആം ദേർ ഫോർ യു. നീ ഇനി ഒരിക്കലും കരയരുത്. എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കൂടെ ഞാനുണ്ടാവും. നിന്നെക്കാൾ വലുതായി എനിക്ക് മറ്റൊന്നുമില്ല. യു ആർ എവറിത്തിങ് ഫോർ മീ. ഇത്രയും കാലം നീ എന്നെ അകറ്റി നിർത്തിയത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല മുക്ത. ഇപ്പം എനിക്ക് മനസ്സിലായി, കൈലാഷാണ് കാരണമെന്ന്. നിന്നെയും കല്യാണം കഴിച്ച് കമ്പനി നിയന്ത്രിക്കാമെന്ന് ഞാൻ കണക്കൂട്ടിയപ്പോൾ നീ ഈ കമ്പനി മുഴുവൻ കൈക്കലാക്കാനുള്ള പ്ലാൻ ഇടുമായിരുന്നല്ലേ. ഇതൊന്നും നടക്കാൻ ഞാൻ സമ്മതിക്കില്ല മുക്ത. ഇനി നിന്നെ ഞാൻ വേറെ രീതിയിൽ ഡീല് ചെയ്തോളാം. നീ കഴിക്കാൻ വരുന്നില്ലേ? എനിക്ക് വിശക്കുന്നില്ല. നീ എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? ജോലിക്ക് വന്നാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നേല്ലേ. അതൊക്കെ നേരിടാൻ തയ്യാറായി തന്നെയല്ലേ നിങ്ങൾ രണ്ടുപേരും വന്നത്? പാറു, നീ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണെന്നാ ഞാൻ വിചാരിച്ചത്. കൈലാഷ് സാറിന് കല്യാണം കഴിച്ച് നീ ഈ കമ്പനിയുടെ മുതലാളിയാകുമെന്നാ ഞാൻ വിചാരിച്ചത്. പ്രിയന് വേണ്ടി നീ നല്ലൊരു ഭാവി വേണ്ടെന്ന് വെച്ചല്ലോടി. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് വെറുതെ അഭിപ്രായം പറയാൻ നിൽക്കണ്ട. ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത്. പ്രിയൻ നല്ല പയ്യനൊക്കെ തന്നെയാ, പക്ഷേ മുതലാളിയൊന്നും അല്ലല്ലോ. അവക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ കാശുള്ള ഒരു പയ്യനെ വേണ്ടെന്ന് വെക്കൂ. അപ്പൊ കാശാണ് ഏറ്റവും വലുതല്ലേ? പിന്നല്ലാതെ. എന്നാ നിശേഷിച്ച് ഒരു കാര്യം ചെയ്, ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്തിട്ട് കരുണാകരൻ സാറിനെ കല്യാണം കഴിച്ചോ. കരുണാകരൻ സാറിന്റെ കയ്യിലെ ചേച്ചിയുടെ ഭർത്താവിനെക്കാട്ടും കാശുമുണ്ട്. ചേച്ചിക്ക് മാനേജർ പോസ്റ്റിലോട്ട് പ്രമോഷനും കിട്ടും. എടി, മര്യാദയ്ക്ക് സംസാരിച്ചോളണം. ഓ, ബാക്കിയുള്ളവരോട് മര്യാദയില്ലാതെ സംസാരിക്കുമ്പോ നിങ്ങക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ തിരിച്ച് അതേ നാണയത്തിൽ മറുപടി പറഞ്ഞപ്പോ കഷ്ടം തോന്നുന്നുണ്ടല്ലേ? പാറുവിനും അതുപോലെ തന്നെ വിഷമം തോന്നുമെന്ന് ആലോചിക്കാനുള്ള ബോധം നിങ്ങൾക്കില്ലേ? കിട്ടാനുള്ളതെല്ലാം കിട്ടി ബോധിച്ചെങ്കിൽ മിണ്ടാതെ അങ്ങ് പൊക്കൂടെ. എന്താടി ഇത്? ഇത്രയും മോശമായി സംസാരിക്കുന്നത് ശരിയാണോ? നിഷ പറഞ്ഞതിനുള്ള മറുപടി അവക്ക് കിട്ടിയത്. നീ വെറുതെ അവക്ക് വേണ്ടി സംസാരിക്കാൻ പോയി സൗന്ദര്യയുടെ വായിലിരിക്കുന്ന കേക്കണ്ട. എന്നോട് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ അടിച്ച് നിന്റെ മുഖം ഞാൻ തിരിക്കും. പിന്നെ നിങ്ങൾ അടിക്കാൻ വരുമ്പോ ഞാൻ കൈ കെട്ടി നോക്കി നിൽക്കുമല്ലോ. എടി, നീ എന്തിനാ വെറുതെ വടി കൊടുത്ത് അടി വാങ്ങുന്നേ? മിണ്ടാതെ വാ. നിങ്ങളെ ശമ്പളം തരുന്ന മുതലാളി ചതിച്ചവരല്ലേ? അപ്പോ കൂടെ ജോലി ചെയ്യുന്നവരോട് ഇങ്ങനെയൊക്കെ പെരുമാറൂ. അനാവശ്യം പറയാതെ പോയി കഴിക്കാൻ നോക്ക്. നീ വാ. അവളുടെ സ്വഭാവം നിങ്ങൾക്കൊക്കെ അറിയില്ലേ. അവള് പറഞ്ഞൊന്നും കാര്യമൊക്കെ നിക്കണ്ട. കലക്കി മോളെ. നിശ ചേച്ചി ചമ്മിപ്പോയി. നീ ഇത്ര നന്നായിട്ട് കൗണ്ടർ അടിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഒരു അവസരം കിട്ടാത്തോണ്ടല്ലേ. അല്ല, നീ നിശ ചേച്ചി പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ച് നിൽക്കുവാണോ? അവരെന്നെ ചതിയനെന്ന് വിളിച്ചതില് എനിക്ക് വിരോധമൊന്നുമില്ല. നടന്നത് എന്താണെന്ന് അറിയാത്തവര് അങ്ങനെയൊക്കെയല്ലേ പറയൂ.